ഹല്ലേലൂയ. കഴിഞ്ഞ നിമിഷം വരെ ആ മനുഷ്യൻ പറഞ്ഞത് ഇനി വാതിൽ തുറന്നാൽ അതേ പ്രൈസ് അവരുടെ വിവാഹ ദിവസം മറ്റൊരു തടവറയിലേക്ക് വിടാനേ തുറക്കത്തുള്ളെന്ന്. വിവാഹം കഴിഞ്ഞാൽ പിന്നെയും കൊണ്ടുപോയി പ്രൈസിലോട് അതെ സ്വാതന്ത്ര്യത്തോടെ വിടയല്ല, വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്ന മൗലവിയുടെ വീട്ടിൽ ഇതുപോലൊരു തടവറയാ ഒരുക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ മനുഷ്യന് എന്നോട് കൃപ തോന്നിച്ചത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ലെന്ന്. ഇന്ന് രാത്രിയിൽ യഹോവ അനുകൂലമായി നമ്മോട് കൂടെ ഇരിപ്പാൻ ഇന്ന് രാത്രി നമ്മെ സമർപ്പിക്കാട്ടെ. നമ്മുടെ പ്രതികൂല ശക്തികൾ നമുക്ക് അനുകൂലമായി മാറുന്ന ദൈവകൃപ ഇന്ന് രാത്രി നമ്മുടെ മേൽ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് കാണാൻ കഴിയും പ്രേക്ഷകരോട് 430 സംവത്സരം ഇസ്രായേൽ ജനത്തെ അടിമനുഖത്തിന് കീഴിൽ കഷ്ടപ്പെടുത്തിയ മിസ്രയീമിൽ നിന്ന് അവരെ വിടുവിച്ച് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പുറപ്പെടുവിക്കുന്നതിന് തൊട്ടുമുന്നമേ ദൈവം പറഞ്ഞു, അയൽപക്കത്തുള്ള സ്ത്രീകളിൽ നിന്നും മിസ്രയീമിലായിരിക്കുന്ന വ്യക്തികളിൽ നിന്നും അതേ പ്രേക്ഷകരോട് ആടയാഭരണങ്ങളും വിലപിടിപ്പുള്ള അതേ സാധനങ്ങളും ചോദിച്ചു വാങ്ങിക്കണമെന്ന്. ഞാൻ പറയട്ടെ, ദൈവം പറഞ്ഞ ആ പറച്ചല്ലെങ്കിൽ ആ ആലോചന എന്തൊരു ആലോചനയാ! 430 സംവത്സരം ഈ ജനത്തെ പീഡിപ്പിച്ച് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജനം ഒട്ട് കൊടുക്കുമോ ചോദിച്ചാൽ? എന്നാൽ ഞാൻ പറയാം, ദൈവത്തിന്റെ സമയമാകുമ്പോൾ അതേ പ്രൈസിനോട് കൃപ തോന്നുവാനിടയായി തീർന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മിസ്രയീമ്യർക്ക് ഇസ്രായേൽ മക്കളോട് യഹോവ കൃപ തോന്നിക്കുമാറാക്കിയെന്ന്. ഇന്ന് രാത്രി ചിലരുടെ ഉള്ളത്തിൽ നമ്മോട് കൃപ തോന്നിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിപ്പിക്കാൻ പോകുകയാണ്. ഇതേ പ്രവൃത്തി അതേ പ്രൈസിലെ എസ്തേറിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. എസ്തർ രാജാവിന്റെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ അവൾക്ക് ചെല്ലാനുള്ള മുറയല്ല, ടൈമല്ല. പ്രൈസലോട് അതെ രാജാവിന്റെ നിയമത്തിൽ രാജാവിന് മാറിക്കൂടാ. രാജാവ് തന്റെ നിയമത്തിൽ കർശനക്കാരനാ. അതിന്റെ തെളിവാണ് തന്റെ പ്രിയപ്പെട്ട വസ്തി രാജ്ഞിയെ നിസ്സാര ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ നിസ്സാര ഒരു കാരണത്തിൽ അത് ക്ഷമിക്കാതെ അവളെ ആ ഭാഗത്ത് നിന്ന് തള്ളിക്കളഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് അതെ ആ സ്ഥാനത്തേക്ക് ഏറ്റെടുത്തതാണ് എസ്തേറിനെ. എന്നാൽ എസ്തേറിന്റെ സമയമല്ല. എങ്കിലും എസ്തേർ തന്റെ ജനത്തിനു വേണ്ടി ഉപവസിച്ച് കരഞ്ഞുകൊണ്ട് അതെ രാജാവിന്റെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ രാജാവ് തന്റെ നിയമം മറന്നുപോയിട്ട് രാജാവിന് അവളോട് കൃപ തോന്നിയിട്ട് ചോദിക്കുകയാണ്, എസ്തേറേ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താ? അതെ രാജ്യത്തിൽ പകുതിയോളമായാലും അത് ഞാൻ നിനക്ക് തരാമെന്ന്. ഹല്ലേലൂയ. മൊർദെഖായിക്ക് വിരോധമായിട്ട് ഹാമാൻ എഴുതിയുണ്ടാക്കിയ അപേക്ഷയിൽ അതേ പ്രൈസിനോട് കഴുമരത്തിൽ അവരെ തൂക്കണമെന്നും അവന്റെ സമൂഹത്തെ പ്രവാസികളെ അതേ ശൂശൻ പട്ടണത്തിൽ പാർക്കുന്ന യഹൂദന്മാരായ പ്രവാസികളെ കൊന്നുമുടിക്കണമെന്നുമുള്ള അതേ ഹാമാന്റെ പ്രൈസിനോട് അപേക്ഷയിൽ രാജാവ് തന്റെ മോതിരം കൊണ്ട് മുദ്ര വെച്ചു ചെയ്തോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ, അതേ മോതിരം മൊർദെഖായിയുടെ കയ്യിലിടുവാൻ എന്റെ ദൈവം രാജാവിന്റെ ഉള്ളത്തിൽ കൃപ ചെയ്ത് പ്രേരിപ്പിച്ചു. ഹല്ലേലൂയ. രാജാവിന്റെ ഉറക്കം അങ്ങ് എടുത്തു കളഞ്ഞു. രാജാവ് ദിനവൃത്താന്ത പുസ്തകം പരിശോധിക്കുമ്പോൾ രാജാവിന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് മൊർദെഖായിയോട് കൃപ തോന്നിപ്പിച്ചു. ഹല്ലേലൂയ. ഉപവസിച്ചും രട്ടിലും വെണ്ണീരിലും കിടന്ന് കരയുന്ന മൊർദെഖായിയെ ശത്രുവിനെ കൊണ്ട് എന്റെ ദൈവം തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് ശത്രുവിന്റെ കരത്തെ കൊണ്ട് രാജാവിന്റെ മുദ്രമോതിരം അണിയിപ്പിച്ച് രാജാവിന്റെ വസ്ത്രം കയ്യിൽ പിടിപ്പിച്ച് രാജാവിന്റെ കുതിരപ്പുറത്ത് കഴിച്ച് രാജാവ് മാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യുമെന്ന് പട്ടണം തോറും കൊണ്ടു നടന്ന് വിളിച്ചു പറഞ്ഞ് അത് പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കുമാർ നന്മയ്ക്കായ അടയാളം അവിടെ എന്റെ ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ പ്രവൃത്തി വെളിപ്പെട്ടു വരാൻ പോകുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിൽ ഇവിടെ അതെ പകയുടെ മുൻപിൽ പകയ്ക്കുന്ന അനുഭവത്തിൽ ലജ്ജിക്കുന്ന അനുഭവത്തിൽ അതെ ചുമലിൽ അതെ മുഖം പേറിക്കൊണ്ട് ശിരസ് നിവർക്കാൻ പറ്റാതെ ചില നിന്ദകളുടെ ചില ഭാരത്തിന്റെ മുൻപിൽ ചില പ്രിയപ്പെട്ടവർ ഇരിപ്പുണ്ട്. എന്നാ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കുമാർ നന്മയ്ക്കായ അടയാളം അവൻ ഇന്ന് രാത്രി ഇവിടെ അയച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ എന്റെ പിതാവിന് എന്നോടൊരു കൃപ. പ്രൈസ്. ഞാൻ വസ്ത്രമെല്ലാം ധരിച്ചിറങ്ങി വരുമ്പോൾ ഭരതയെല്ലാം ധരിച്ചിറങ്ങി വരുമ്പോൾ ഓടി വന്ന് വാതിൽ തുറന്നു. കുറച്ച് പൈസ കയ്യിൽ വെച്ചു വന്നു. അമ്മയുടെ പറയെ ഓടിപ്പൊയ്ക്കോ, എനിക്കിത് തിരിച്ചു വിളിക്കാൻ ആണിക്കട എന്നോട് പിണങ്ങിപ്പോയതാണ്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, യേശു വാതിൽ തുറന്നാൽ അതിനെ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, ഇതാ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതെ പ്രൈസിനോട് ആർക്കും അടച്ചുകൂടാ. കാരണം നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രിയമുള്ളവരെ, ഒത്തിരി കൃപയും ഒത്തിരി അന്യഭാഷയും ഒത്തിരി വെളിപ്പാടും ഒത്തിരി ദർശനങ്ങളും ഇല്ലെങ്കിലും എന്റെ കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിക്കാൻ കഴിയുമോ? ആർക്കും അടച്ചു കളയാൻ കഴിയാത്ത വാതിൽ അവൻ നമുക്ക് വേണ്ടി തുറക്കും.
അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരു പുതിയ സമർപ്പണത്തിലേക്ക്, ഒരു പുതിയ തീരുമാനത്തിലേക്ക്, ഒരു ഉറപ്പിലേക്ക് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒരുങ്ങി വരട്ടെ എന്ന് പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഓടിപ്പോകുമ്പോൾ എന്റെ ഉള്ളിൽ ശക്തമായ ഒരു പ്രൈസിലോട് തീഷ്ണത, ഒരു തീ കത്തുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. കാരണം വാതിൽ തുറക്കത്തില്ലെന്ന് പറഞ്ഞ് എന്റെ പിതാവിനെ കൊണ്ട് എന്റെ ദൈവം വാതിൽ തുറപ്പിച്ചു. വാതിൽ പൂട്ടിയ വ്യക്തിയെ കൊണ്ട് വാതിൽ തുറപ്പിച്ചു. ഇതെന്തൊരു അത്ഭുതമാണ് എന്നൊക്കെ തോന്നിപ്പോയി. ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബസ് സ്റ്റോപ്പിൽ എത്താറായി. പിതാവിന്റെ കണ്ണ് മറഞ്ഞ് എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പിതാവ് എന്നെ കാണുന്നില്ലെന്ന് മനസ്സിലായി. ഞാൻ ഒരറ്റത്തേക്ക് മാറി നിന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുവേ, എനിക്ക് മാമാടെ കൂടെ പോണ്ട. ഇന്നലെ രാത്രി നീ കാണിച്ച സ്വപ്നത്തിലെ ആ നിവർത്തീകരണത്തിലേക്ക് കൊണ്ടുപോകണമേ. ഞാൻ ചെല്ലുമ്പോൾ മാമായെ കാണരുതേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്റെ മാമായെ കണ്ടില്ല. ഒരു ബസ് സ്റ്റാർട്ട് ചെയ്ത് കിടപ്പുണ്ട്. ചെന്ന് ഓടിച്ചെന്ന് അതിന്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ബസ് ചിന്നക്കടയെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ഓടി അതിനകത്ത് കയറി. കണ്ടക്ടറോട് പറഞ്ഞു, ഈ സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഈ സ്ഥലത്ത് തന്നെ ഇറക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ട്രിപ്പ് അവിടെ ഓടി തീരും, അവിടെ ചെല്ലുമ്പോൾ ഇറങ്ങിയാൽ മതിയെന്ന്. ഞാൻ ചെന്നിറങ്ങുന്ന ഒരു ട്രാൻസ്ഫോമറിന്റെ അരികത്താ. എന്റെ ഉള്ളിൽ കത്താൻ തുടങ്ങി, കത്തലുണ്ടാകാൻ തുടങ്ങി. എന്റെ ഉള്ളിൽ ഒരു ഹല്ലേലൂയ ജീവൻ വ്യാപരിക്കാൻ തുടങ്ങി. കാരണം ഞാൻ സ്വപ്നത്തിൽ കണ്ടതെന്ന് ഒരല്പം പോലും മാറ്റമില്ല. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നീ ഇതിലേ പോ, ഇതാണ് ശരിയായ വഴിയെന്ന്. അതേ ഒരു മനുഷ്യൻ നമ്മെ ഉപദേശിക്കണ്ട, ഒരു പാസ്റ്റർ നമ്മെ ഉപദേശിക്കണ്ട, അതെ ഒരു പ്രവാചകൻ നമ്മെ ഉപദേശിക്കണ്ട, ഒരു പ്രവാചകൻ നമുക്ക് പറയണ്ട. പരിശുദ്ധാത്മാവിൽ നാം ആശ്രയിച്ച പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ നടത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കോൺക്രീറ്റ് ചെയ്ത റോഡ്, താഴേക്ക് പിന്നെയും ചെല്ലുമ്പോൾ ബാനർ കണ്ടു, 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും ഉണർവ് യോഗങ്ങളും. ഹല്ലേലൂയ. അതിൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക. കാരണം എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്നിടത്തേക്കാ എന്റെ ദൈവം എന്നെ കൊണ്ടുപോയത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടെ ചെന്ന് ഈ ബാനറിന്റെ അരികിൽ നിന്നു. ആരെങ്കിലും എന്നെ വിളിക്കാൻ വരട്ടെ എന്ന് വിചാരിച്ചു നിൽക്കുക. എന്നാൽ ഒരു കൂട്ടം ജനം ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ ശബ്ദം കേട്ടിടത്തേക്ക് തിരിയുമ്പോൾ താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു പനയോര ഷെഡിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ഒരു കൂട്ടം ജനം എഴുന്നേറ്റ് നിന്ന്, ചിലർ വീണ് കിടപ്പുണ്ട്, ചിലർ ഇരിക്കുന്നു, ചിലരങ്ങ് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടുന്നു, ചിലർ ചാടുന്നു, എന്തൊക്കെയോ അന്യഭാഷകളാണ്, പലതും വിളിച്ചു പറയുന്നു, യേശുവേ യേശുവേ എന്ന് വിളിയൊക്കെ കേൾക്കുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി, അയ്യോ ഈ മനുഷ്യർക്ക് എന്തോ പറ്റിയത് എന്ന് ചിന്തിച്ച്, എന്നാൽ ഇവർ യേശുവേ എന്ന് വിളിക്കുന്നല്ലോ, എന്തോ ഇവരുടെ ഇടയിൽ നടക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ നോക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരിങ്ങനെ ഓടുകയും ചാടുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അവർ നിൽക്കുന്ന തറയിലേക്ക് നോക്കി, അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, എന്തെങ്കിലും ജീവി വല്ലതും ഉണ്ടോ എന്നൊക്കെ തോന്നിപ്പോയി. എന്നാൽ പെട്ടെന്ന് അവരുടെ ഇടയിലേക്ക് പിന്നെ ഞാൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഞാൻ നിസ്കരിക്കുന്ന റൂമിലേക്ക് ഇറങ്ങി വന്നതുപോലെ ഒരു പ്രകാശം അവരുടെ ഇടയിലൂടെ തോർച്ച് മിന്നിക്കുന്നത് പോലെ ഇങ്ങനെ ചുറ്റി മിന്നുന്നതായി ഞാൻ കാണാനിടയായി തോന്നും. ഹല്ലേലൂയ. ഞാൻ ഒരൊറ്റ കുതിപ്പിന് അതിനകത്തേക്ക് കയറി. കാരണം എന്നെ കൊണ്ടുവന്ന ദൈവം അതിനകത്തുണ്ട്, അവന്റെ സാന്നിധ്യം അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ നാമത്തിൽ അത് കൂടുന്നവരുടെ നടുവിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ സ്തുതിക്കുന്നവരുടെ നടുവിൽ ഈ ദൈവ സാന്നിധ്യം ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നിരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതെ, നാം അത് കാണുന്നില്ല, അക്ഷരിക കണ്ടുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. നാം കണ്ണ് തുറന്ന് പിടിച്ചിരിക്കുമ്പോൾ പല കാഴ്ചകളും നമുക്ക് ഇവിടെ കാണാം. എന്നാൽ നാം പറയട്ടെ, നമ്മുടെ ആന്തരിക കണ്ണ് തുറന്നാൽ നമ്മുടെ ആത്മീയ ദൃഷ്ടി പ്രകാശിച്ച ഈ ദൈവ സാന്നിധ്യം ഇപ്പോൾ നാം രുചിച്ചറിയാൻ പോകുകയാ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓടി അതിന്റെ അകത്തേക്ക് കയറുമ്പോൾ എന്റെ കാലിൽ അത് കറണ്ട് പാസ് ചെയ്ത പോലെ എനിക്ക് തോന്നി. ഞാൻ വിചാരിച്ചു ആ ഭൂമിക്കരയിലൂടെ വയറിങ് ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന്, അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് തറയിൽ വിരിച്ചിരിക്കുന്ന കാർപ്പറ്റിന്റെ അടിയിൽ വയറ് കിടന്നായിരിക്കുമെന്ന്. അതുപോലെ എന്റെ കാലിന്റെ അടിയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന ഒരു ശക്തി മുകളിലേക്ക് കയറി വന്നിട്ട് എന്റെ ശക്തി ക്ഷയിച്ച് നിൽക്കാൻ പറ്റാതെ ഞാൻ തെറിച്ച് അത് മുൻപിലേക്ക്, അത് ഏകദേശം പുൽപ്പുച്ചിന്റെ അരികിലാക്കി വന്ന് കമന്ന് വീണ് അവിടെ കിടന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്ത, എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ശക്തിയോടെ എന്റെ വായിൽ നിന്ന് ചില ഭാഷകൾ പുറത്തു വരാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇത് കണ്ടോണ്ട് എല്ലാവരും കൂടെ എഴുന്നേറ്റു. കാരണം എന്റെ വേഷം കറുത്ത പർദ്ദയാണ്. എന്നാൽ അവിടെയുള്ള ദൈവദാസൻ ചാടി എന്നിട്ട് എല്ലാ ജനത്തോടും ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മുൻപിൽ ഒരു ദർശനം തെളിഞ്ഞു വന്നു. കറുത്ത പർദ്ദയിട്ടൊരു മുസ്ലിം പെൺകുട്ടി നമ്മുടെ നടുവിൽ വന്ന് ദൈവത്തെ ആരാധിക്കുമെന്ന്. ഹല്ലേലൂയ.